മുരളീധരൻ സാറേ, പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് താങ്കൾ കുഞ്ഞു കുട്ടികൾക്ക് ഒരു മുഠായി എറിഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ താങ്കളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു യജമാന ഭാവമുണ്ടല്ലോ, അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു ജാതി വെറി ഉണ്ടല്ലോ, അത് പ്രകടമായിരിക്കുകയാണ്. താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? പട്ടികജാതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഒരാളും. എത്രത്തോളം വികലമായിട്ടുള്ള മനസ്സാണ് സാറേ താങ്കളുടേത്. താങ്കൾക്ക് എങ്ങനെ തോന്നി ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ഒരു കൈ കൊണ്ട് മുട്ടായി എടുത്തു കൊടുത്താൽ എന്ത് മാനമാണ് ഇവിടെ ഇടിഞ്ഞു വീഴാൻ പോകുന്നത്? ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ലല്ലോ സാറേ. ജാതി വെറിയുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഹിന്ദുക്കളെല്ലാം ഒന്നാകണമെന്ന് നിങ്ങൾ പറയുമ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജാതിയിൽ ഉയർന്നവനും താഴ്ന്നവനും ഒന്നിക്കാൻ പാടില്ല എന്നുള്ള ഒരു ജാതി വെറിയുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എന്തു ചോദിച്ചാലും ഹിന്ദു അപകടത്തിലാണെന്ന് നിങ്ങൾ പറയുമ്പോഴും അവിടെയും നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ തീർത്ത ഒരു ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്. ഇന്നലെ ഞങ്ങൾക്ക് കാണാനിടയുണ്ടായതും ആ ഒരു കാര്യം തന്നെയാണ് സാറേ. വളരെ മോശമായി പോയി. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ് താങ്കൾ. താങ്കളോട് എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ. വേടൻ സൂചിപ്പിച്ച ഒരു വാക്ക്, നീ തമ്പുരാനും അല്ല, നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മയിലും ഇല്ല എന്നുള്ളത് മാത്രം. ഇത് പറയിപ്പിച്ചതാണ് സാറേ നിങ്ങൾ. മേശപ്പുറത്തേക്ക് മുട്ടായി എറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ നിങ്ങളുടെ പ്രജകളോ നിങ്ങൾ നിങ്ങളുടെ രാജാവോ അല്ല. ഹൃദയം തുളയ്ക്കുന്ന ഒരു വേദനയോടെ മാത്രമാണ് ഇന്നലെ ഈ വീഡിയോ കാണുന്നത്. ഇത്രയും ജാതി കോമരങ്ങൾ വാഴുന്ന താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. ആ കുട്ടികളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികളാണെങ്കിൽ, നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പ്രതികരിക്കുക? പരസ്പരം ആ മുട്ടായി വീണപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ആ കുട്ടികളുടെ മുഖത്തെ ഒരു ദയനീയ അവസ്ഥ നമ്മളൊന്ന് ഓർക്കണം. താങ്കൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. താങ്കളുടെ അരികിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ താങ്കൾ എവിടെയെങ്കിലും ചെല്ലുമ്പോഴോ കാണുന്ന ആളുകൾക്കെല്ലാം ഒരു അന്തസ്സുണ്ട്, അവർക്കും ഒരു അഭിമാനമുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കണം. താങ്കൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് ജനപ്രതിനിധി വന്ന് ഇത്തരം കോമാളിത്തരങ്ങൾ കാണിച്ചിട്ടും അവർ പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവരുടെ അധ്യാപകരും മാതാപിതാക്കളും അടക്കം ഒരു ജനപ്രതിനിധിയായിട്ടുള്ള താങ്കളെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ താങ്കൾക്ക് തരേണ്ട ബഹുമാനം അത് എത്രത്തോളം നല്ല രീതിയിൽ തരണം എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ചെറ്റത്തരങ്ങൾ കാണിച്ച താങ്കളെയൊന്നും ഈ രീതിയിലല്ല ട്രീറ്റ് ചെയ്ത് വിടേണ്ടത്. ആ കുരുന്നുകൾ നിങ്ങൾക്ക് നൽകിയ ബഹുമാനം നിങ്ങൾ തിരിച്ചു നൽകുവാൻ മറന്നുപോയി എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അറിവില്ലാതെ പോയി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ അധികാരം തലയ്ക്ക് പിടിക്കുമ്പോൾ മനുഷ്യത്വവും അതേപോലെ തന്നെ സംസ്കാരവും മറന്നുപോകുന്ന രാഷ്ട്രീയ ശൈലിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് താങ്കൾ എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു പോവുകയാണ്. അതിന് ഞാനൊരു കഥ കൂടി താങ്കൾക്ക് പറഞ്ഞു തരാം. താങ്കൾ ഇന്നിപ്പോൾ ആ കുട്ടികളോട് ചെയ്ത നെറികേടിന് താങ്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊരു കഥ പറഞ്ഞു തരാം. ദ്വാരകയുടെ അധിപനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണനെ കാണുവാനായിട്ട് തന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള കുചേലൻ ദ്വാരകയിലേക്ക് ചെല്ലുകയാണ്. ശ്രീകൃഷ്ണനെ കണ്ടപാടെ തന്റെ കയ്യിൽ കരുതിയ ഒരു കീറത്തുണിയിൽ ചെളി പുരണ്ട അവല് സമ്മാനമായി നൽകുവാനായിട്ട് മടിക്കുമ്പോൾ ആ അവൽ വാങ്ങിക്കൊണ്ട് ശ്രീകൃഷ്ണൻ തന്റെ സുഹൃത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ആ അവൽ കഴിക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ അവിടെയാണ് കൊടുക്കൽ വാങ്ങലിന്റെ പ്രസക്തി എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരാളെ ബഹുമാനിക്കേണ്ടതും അല്ലെങ്കിൽ ഒരാളുടെ വേഷമോ അല്ലെങ്കിൽ ജാതിയോ അല്ലെങ്കിൽ മതമോ നോക്കിയല്ല ഒരാളെ നമ്മൾ സ്നേഹിക്കേണ്ടതെന്നും ഉള്ള തിരിച്ചറിവ് നൽകുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയായിരുന്നു. ഇതൊരു കഥയല്ല. ഈ കഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ ചെളി പുരണ്ട മനസ്സുണ്ടല്ലോ, അത് മാറ്റിവെച്ച് സമൂഹത്തിൽ മനുഷ്യരെ മനുഷ്യനായി കാണാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതൊക്കെ കേവലം പുരാണത്തിലെ കഥകൾ മാത്രമല്ല എന്റെ മുരളീധരൻ സാറ്. ഇത് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളതിനും സൂചിപ്പിക്കുന്ന, മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്ന കുറേയേറെ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. വി മുരളീധരൻ ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ എല്ലാവരും കണ്ടുവല്ലോ. സവർണ മേധാവിത്വത്തിന്റെ മേലങ്കി അണിഞ്ഞ ഇത്തരം വൈകല്യ മനസ്സോടെ ചിന്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. BJP-യുടെ രാഷ്ട്രീയം അതാണ്. കാരണം സുരേഷ് ഗോപി പറയുകയുണ്ടായി, എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്ന് പറയുന്നു. ഇപ്പോൾ കുരുന്നു കുട്ടികൾക്ക് പോലും തന്റെ കൈകൊണ്ട് ഒരു മുട്ടായി എടുത്തു കൊടുക്കുവാൻ പോലും മനസ്സ് കാണിക്കാത്ത അത്രയും വൈകല്യം പിടിച്ച ഒരു മനസ്സിനുടമയായിട്ടുള്ള ഒരു ജനപ്രതിനിധിയെ നമ്മൾക്ക് ഉത്തരേന്ത്യയിൽ പോലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അവർ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചെങ്കിലും കാണിക്കും. താങ്കൾ എന്തൊരു ചിട്ടയാണെന്ന് ചോദിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല.
കാരണം ഇത്രയ്ക്കും വികലമായിട്ടുള്ള മനസ്സിന് ഉടമയാണല്ലോ താങ്കൾ. താങ്കളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക തന്നെ വേണം. ഇവനെ പോലെയുള്ള ആളുകളെ ഒരു ജനപ്രതിനിധിയായിട്ട് പോലും ഒരു മനുഷ്യനായിട്ട് പോലും കാണുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടി. ഇത്തരക്കാരെ നമ്മൾ വളർത്തുവാൻ അനുവദിച്ചാൽ നാളെ കേരളം ഒരു ഭ്രാന്താലയമായിട്ട് മാറും എന്നുള്ളതിന്റെ അകത്ത് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുകയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അതിർവരമ്പുകൾ തീർത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു പോവുകയാണ്. ഇപ്പം ഇവിടെ കുറെ ജാതിയോളികൾ എവിടെ? അതേപോലെ തന്നെ കുറെ ആക്ടിവിസ്റ്റുകൾ ഉണ്ടല്ലോ, എവിടെ? നിങ്ങളുടെയൊക്കെ നാവെന്തിയെ ഇറങ്ങിപ്പോയോ? അതോ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണോ? അത് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരാളാണെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭരണകാലത്തോ ആണെങ്കിൽ നിങ്ങൾ കൊട്ടിഘോഷിച്ചേനെയല്ലോ. മാധ്യമങ്ങൾ പോലും ഈ ഒരു വാർത്ത വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തില്ലല്ലോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, നെറികെട്ട ആളുകളും നെറികെട്ട രാഷ്ട്രീയവുമാണ് ഇവിടെ. രണ്ട് നീതിയാണ്. അതായത് ഒരു ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ തെറ്റിനെ വലുതാക്കുകയും മറുഭാഗത്ത് അതേ തെറ്റ് ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ ലഘൂകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം. എവിടെ ആക്ടിവിസ്റ്റുകൾ? എവിടെ ഇവിടുത്തെ ജാതി സംഘടനാ നേതാക്കൾ? നിങ്ങൾ ഒന്നും തന്നെയും പ്രതികരിച്ചില്ലല്ലോ. നിങ്ങൾ ഇതിനെ നിസാരവൽക്കരിച്ച് എന്തേ കണ്ടത്? അവിടെയാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. ജനങ്ങളത് മനസ്സിലാക്കുക തന്നെ വേണം. ഞാൻ കുമാരനാശാന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിത ഒന്ന് വായിക്കാം. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലോ ദോഷമുള്ളോ, കെട്ടില്ലാത്തോ തമ്മിലുണ്ണാത്തവർ ഉണ്ടല്ലഹോ ഇങ്ങനെ ജാതി കോമരങ്ങൾ എന്ന് കുമാരനാശാൻ പാടിയത് എത്രത്തോളം സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ നെറികെട്ട ചിന്താഗതിയുള്ള നെറികെട്ട രാഷ്ട്രീയക്കാരെ നമ്മൾ തിരിച്ചറിയണം. വി മുരളീധരൻ എന്ന് പറയുന്ന താങ്കൾ എത്രത്തോളം ഒരു നികൃഷ്ട ജീവിയുടെ മനസ്സിനെക്കാട്ടിലും താഴെയാണ്, തരം താഴ്ന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന്, പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ഇത്തരത്തിൽ പെരുമാറുന്ന താങ്കളെയൊക്കെ ഒരു മനുഷ്യനായി പോലും കാണുവാൻ സാധിക്കത്തില്ല. ഇതേപോലെ തെമ്മാടിത്തരം കാണിച്ചവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരുണ്ടെങ്കിൽ നിന്റെയൊക്കെ മനസ്ഥിതിയും എത്രത്തോളം വികലമാണ് എന്ന് മാത്രം ചിന്തിക്കുക. എല്ലാവർക്കും ഒരു ശുഭദിനാശംസകൾ നേരുന്നു. അതേപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.